ആഹാ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളെ കുറ്റിപ്പുറം പ്രശസ്തമായ മിനി പമ്പയിലാണ്. കളകള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. വേറെ പശ്ചാത്തല സംഗീതം ഒന്നും വേണ്ട. നൂറുകണക്കിന് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞു പോകും, അതിനേക്കാൾ കൂടുതലാണ്. ഓരോ ജില്ലകളിലും ഓരോ കൊമ്പിലും കാക്കയും കൊക്കും അനുബന്ധ പുഴതീരത്ത് താമസിക്കുന്ന പക്ഷികൾ വന്ന് കൂടണിയുന്ന സമയമാണ്. വളരെ വൈബായ സ്ഥലമാണ് പ്രശസ്തമായ കുറ്റിപ്പുറം മിനി പമ്പയിൽ ഞാനുള്ളത്. ഞാനും പ്രിയപ്പെട്ട പ്രദീപ് സുഹൃത്തുക്കൂടി ഇങ്ങനെ വന്നേക്കാണ്. മിനി പമ്പയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിക്കൽ ഫീലുള്ള സ്ഥലമാണ് കുറ്റിപ്പുറം പാലവും ഈ പുഴയും ഒക്കെ. പുഴയിൽ അല്പം വെള്ളം കുറഞ്ഞിട്ടുണ്ട്, ചില ഭാഗങ്ങളൊക്കെ മണൽ പൊങ്ങിയിട്ടുണ്ട്. വളരെ വെള്ളം വരുന്നതിനേക്കാൾ സ്പീഡിലാണ് വെള്ളം വാർച്ച ഉണ്ടാകുന്നത്. അതാണ് പുഴയുടെ ഒരു സ്വാഭാവിക ഒരവസ്ഥ. അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ റസൂൽ പൂക്കുറ്റി സാർ അവറുകളൊക്കെ ആണെങ്കിൽ ആ എഫക്റ്റ് എടുക്കുന്ന ഇതുകൊണ്ട് പറയാം, ആ മിഷനറേറ്റ് വരും. ഈ പശ്ചാത്തലമൊക്കെ വളരെ ലൈവാണ്. ഇതൊക്കെ ഇങ്ങനെ കറക്റ്റ് അദ്ദേഹത്തിൻ്റെ മിക്സറിലൂടെ, ആ ശബ്ദ മിക്സറിലൂടെ പകർത്തിയെടുത്തിട്ട് മറ്റ് വലിയ വലിയ വർക്കുകളിലൊക്കെ അദ്ദേഹം അത് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്ത് കൊടുത്ത് അതെങ്ങനെ വിട്ടുകൊടുക്കും. അത്രമാത്രം ലൈവാണ് ഈ ശബ്ദങ്ങൾ. ഞാൻ മരത്തെ ചോട്ടിക്ക് വല്ലാതെ പോകുന്നില്ല, കാരണം അറിയാമല്ലോ, ചിലപ്പോൾ അവർ ബോംബിട്ടേക്കും. ബോംബിടാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും മിനി പമ്പ എന്നെ സംബന്ധിച്ച്, ഞങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ച് വളരെ നൊസ്റ്റാൾജിക്കൽ ഫീലുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ ഉപ്പാടെ ജീവിതത്തിൻ്റെ ഒട്ടുമുഖ്യ ഭാഗവും ചെലവഴിച്ച ഒരു വലിയ സ്ഥലമാണ് കുറ്റിപ്പുറം മിനി പമ്പ. അയ്യപ്പ ഭക്തന്മാരെ ഭാരതപ്പുഴയിൽ മുങ്ങിമരിക്കുന്ന ചുഴികളിൽപ്പെടുന്ന അയ്യപ്പന്മാരെ രക്ഷപ്പെടുത്തി തീർത്ഥാടനത്തിന് വിടുകയും നിർഭാഗ്യവശാൽ രക്ഷപ്പെടുത്താൻ പറ്റാത്തവർ അല്ലെങ്കിൽ അപകടത്തിൽ കടത്തിൽപ്പെട്ട് മരിക്കുന്നവരെ ഒക്കെ മുങ്ങിയെടുത്തിട്ടുള്ള ഒരു ആളും കൂടിയായിരുന്നു ഉപ്പ, CM കുഞ്ഞു സാഹിബ്. അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തതിൻ്റെ ആൾ. അന്ന് ഇത്രത്തോളം ഒന്നും ആയിട്ടില്ല, ഡെവലപ്മെൻറ്റ് ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. കുറ്റിപ്പുറം മിനി പമ്പയിലുള്ള മറ്റൊരു പ്രശസ്തമായ ഒരു സ്തൂപമാണിത്, സ്റ്റാച്ചു. പട്ടം പറത്തുന്ന പെൺകുട്ടി. അത് PK പത്മിനി 1940 ജനിച്ചു 69 വിട പറഞ്ഞ PK പത്മിനിയുടെ ഓർമ്മക്കായിട്ട് മിനി പമ്പയിൽ സ്ഥാപിച്ച അവരുടെ തന്നെ വളരെ പ്രശസ്തമായ ഒരു ചിത്രമാണ് പട്ടം പറത്തുന്ന പെൺകുട്ടി. ഇവർ തവനൂർക്കാരിയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ അവിടെ ജീവിച്ചിരുന്നു. അതിൻ്റെ സ്മാരകമായിട്ടാണ് ഈ പട്ടം പറത്തുന്ന പെൺകുട്ടി എന്നുള്ള ഈ കൺസെപ്റ്റോട് കൂടിയിട്ട് പ്രിയ സുഹൃത്ത് ആർട്ടിസ്റ്റ് സിനിമ ആർട്ട് ഡയറക്ടറും കൂടിയായ ഈ അശോകൻ കുറ്റിപ്പുറമാണ് ഈ ശില്പം നിർമ്മിച്ചത്. അപ്പോൾ കേട്ടാൽ മതി വരാത്ത, കണ്ടാൽ ഒരിക്കലും മടുപ്പ് വരാത്ത വിഷ്വലുകളാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാണിച്ചതും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. കുറ്റിപ്പുറം മിനി പമ്പ എന്നാൽ അത്ര പ്രശസ്തമായ സ്ഥലമാണ്. ശബരിമല ഇടത്താവളമായിട്ട് ഇക്കണ്ട കാലത്തിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടത്താവളപ്പോൾ ഈ റോഡിൻ്റെ പണിയും റോഡും പുരോഗതിയൊക്കെ വന്നതോട് കൂടിയിട്ട് ഇടത്താവളം എന്നുള്ള സ്ഥലം എടുത്തു പോകുമെന്നുള്ളൊരു വിവരം കൂടി കേൾക്കുമ്പോൾ പരിസര പ്രദേശത്തുള്ളവർക്കും ഭക്തർക്കൊക്കെ വളരെ ഒരു ആശങ്കയുള്ള ഒരു കാര്യം കൂടിയാണ്. അതിന് സർക്കാർ എന്തെങ്കിലും സൊല്യൂഷൻ കാണുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ചരിത്ര സൗകര്യമുള്ള സ്ഥലം ഇത് കേരളത്തിൽ വളരെ അപൂർവമാണ്. ആളുകൾക്ക് ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെക്കാനും റെസ്റ്റ് എടുക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും വിശ്രമിക്കാനും എല്ലാം ഉള്ള സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് കുറ്റിപ്പുറം മിനി പമ്പ എന്ന് പറയുന്നത്. നാട്ടുകാരുടെ, ഈ നാടിൻ്റെ ഒരു അഭിമാന സ്ഥലം കൂടിയാണ്. ഞാനും പ്രിയപ്പെട്ട അറിയാലോ പ്രദീപ് മാഷാണ്. പ്രദീപും കൂടി സംസാരിച്ചിരിക്കാണ്ടി വന്നതാണ്. അപ്പം കുറേ നേരമായിട്ട് കയ്യും കൈലാശം കാണിക്കും, നിങ്ങളുടെ വാടാ സംസാരിക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇനി ഇപ്പോൾ അടുത്ത വിഷയിൽ കാണിക്കാം. അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നവരെ തൽക്കാലം ഞാനതൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഞാനതാ പ്രദീപോടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആകെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിനി അല്പസമയം ഒന്ന് സംസാരിക്കട്ടെ, ഞങ്ങളുടെ സൗഹൃദങ്ങൾ സംസാരിക്കട്ടെ. കണ്ടോ ഹായ്. പ്രദീപിനെ ഒറ്റയ്ക്കിരുന്ന് ആകെ ബോറടിച്ചിരിക്കുകയാണ് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നവരെ തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. കുറ്റിപ്പുറം മിനി പമ്പയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു വിഷ്വൽ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മിനി പമ്പയുടെ വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ എത്ര പറഞ്ഞാലും കേട്ടാലും കണ്ടാലും മതി വരില്ല. വളരെ സ്നേഹത്തോടു കൂടി ഷൈൻ ഓഫ് ഇടവേള റാഫി. കൂടെ നിൽക്കണേ, സഹായിക്കണേ, നിങ്ങൾ മാത്രമേ ഉള്ളൂ, നമുക്ക് സപ്പോർട്ട് മറ്റാരില്ല. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ വിഷ്വലെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വിഷ്വൽ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു, ബൈ.